നമസ്കാരം. പ്രധാന വാർത്തകൾ. അനങ്ങനടി പഞ്ചായത്തിൽ അംഗനവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തെ ചൊല്ലി വിവാദം. സെലക്ഷൻ കമ്മിറ്റിയിൽ അനധികൃതമായി ആളുകളെ ഉൾപ്പെടുത്തിയെന്നാരോപിച്ച് ഇന്റർവ്യൂ ദിനത്തിൽ പ്രതിഷേധം. UDF BJP അംഗങ്ങളാണ് പ്രതിഷേധവുമായി എത്തിയത്. CPM അംഗങ്ങളുമായി വാക്കേറ്റം. ഇന്റർവ്യൂ മാറ്റിവെച്ചു. 3 വയസ്സുകാരന് അട്ടപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നൽകിയ കുപ്പിമരുന്നിൽ കുപ്പിച്ചില്ലെന്ന പരാതിയുമായി രക്ഷിതാക്കൾ. മരുന്ന് കഴിച്ച കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി മണ്ണാർക്കാട്ടെ ആശുപത്രിയിലേക്ക് മാറ്റി. നോക്കുകുത്തിയായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്. 1.5 പതിറ്റാണ്ടായിട്ടും ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാനായില്ല. സ്റ്റാൻഡ് ഫീ പിരിക്കുന്നതിൽ മാത്രമായി ബസ് സ്റ്റാൻഡ് ഒതുങ്ങിപ്പോയെന്ന് കോൺഗ്രസ്. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ ആംബുലൻസുകൾക്കും രക്ഷയില്ല. രോഗികളുമായി വരുന്ന ആംബുലൻസുകൾ അങ്ങാടിപ്പുറത്ത് കുരുങ്ങുന്നത് നിത്യസംഭവം. ബദൽ പദ്ധതികളും കടലാസിലൊതുങ്ങുന്നു. യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ച സംഭവം. മലപ്പുറം ജില്ലയിൽ ജാഗ്രത തുടരുന്നു. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു. വിശദമായ വാർത്തകളിലേക്ക്. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ ഒഴിവ് വരുന്ന അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്കുള്ള നിയമനം നടത്തുന്നതിന് യോഗ്യരായവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ അനധികൃതമായി ആളുകളെ ഉൾപ്പെടുത്തിയെന്നാരോപിച്ച് UDFൻ്റെയും BJPയുടെയും പ്രതിഷേധം. CPM അംഗങ്ങളുമായി വലിയ തോതിൽ വാക്കേറ്റവുമുണ്ടായി. ഉദ്യോഗാർത്ഥികളുടെ കൂടിക്കാഴ്ച മാറ്റിവെച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിച്ചത്. അനങ്ങനടി പഞ്ചായത്തിൽ ഒഴിവുവരുന്ന അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ അനധികൃതമായി ആളുകളെ ഉൾപ്പെടുത്തിയെന്നാരോപിച്ചുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികളുടെ ഇന്റർവ്യൂ ദിവസം UDF BJP അംഗങ്ങളും നേതാക്കളും പഞ്ചായത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ആദ്യ ലിസ്റ്റ് നിലനിൽക്കെ സെലക്ഷൻ കമ്മിറ്റിയിലെ 2 പേരെ ഒഴിവാക്കി പുതിയ ആളുകളെ ഉൾപ്പെടുത്തി പുതിയ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചെന്നാണ് ആരോപണം. വിഷയത്തിൽ UDF BJP അംഗങ്ങളും നേതാക്കളും ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസറുമായും പഞ്ചായത്ത് സെക്രട്ടറിയുമായും ചർച്ച നടത്തി. നിയമാനുസരണമല്ല, അതിൽ ഭരണസമിതിക്ക് അങ്ങനെ നാമനിർദ്ദേശിച്ച അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2012 റിപ്പോർട്ട് ചെയ്തിട്ട് ജില്ലാ ഓഫീസിന്റെ നിർദ്ദേശം വരികയും ആ ലിസ്റ്റ് റദ്ദ് ചെയ്തുകൊണ്ട് DDPO ഉത്തരവാദിക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ ചട്ടപ്രകാരം DDPO സ്വമേധയാ ഒരു ലിസ്റ്റ് ശുപാർശ ചെയ്തു. അതന്നെ അത് ചെയ്തിട്ട് അത് DDPO അംഗീകരിച്ച് 1/7 ഉത്തരവായിരുന്നു. ആ ലിസ്റ്റ് പ്രകാരം അന്ന് ആ നടപടി നടക്കുമ്പോൾ ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ തന്നെ വിളിച്ച് അന്വേഷിച്ച് അവരുടെ സൗകര്യം അവർക്ക് പങ്കെടുത്തോളാം എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവരുടെ ആ ലിസ്റ്റ് വെച്ചത്. അതിന് പ്രകാരം ആ കക്ഷികളൊക്കെ വേറെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയ ആളുകൾക്ക് തുടർച്ചയായി ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചു എന്ന് കള്ളം പറഞ്ഞാണ് 2 പേരെ ഒഴിവാക്കിയതെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. ഈ ആളുകൾക്ക് തുടർച്ചയായ ദിവസങ്ങളിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഈ ആളുകൾ അറിയിച്ചു എന്ന കള്ളം ചെയ്തിട്ടാണ് നീക്കം ചെയ്തിട്ടുള്ളത്. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ അത് പറഞ്ഞിട്ടില്ല. ഞാൻ ആളുകളെ വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഹാജരാക്കാം. അങ്ങനെ ഈ നിമിഷം വരെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഈ നിമിഷം വരെ ഈ ആളുകൾക്ക് ഒരു വിവരവും ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത് നിങ്ങളെ നീക്കം ചെയ്തിരിക്കണമെന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ചോദിക്കുക, അങ്ങനെ യാതൊരു പ്രക്രിയ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ആ കാരണം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഇവിടുന്ന് റിപ്പോർട്ട് പോയിട്ടുള്ളതും അതനുസരിച്ച് അതിൽ മാറ്റം വരുത്താൻ അനുമതി നൽകിയിട്ടുള്ളതും ആ കാരണം പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അത് നീതീകരിക്കാൻ കഴിയില്ല. 2 മണിക്കൂറിലധികം വിഷയത്തിൽ തീരുമാനമാകാതെ ചർച്ച തുടർന്നതോടെ ഉദ്യോഗാർത്ഥികളും സെക്രട്ടറിയുടെ റൂമിലെത്തി തങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. ഈ സമയം CPM അംഗങ്ങളും എത്തി വിഷയത്തിൽ തീരുമാനമാകാതെ ഉദ്യോഗാർത്ഥികളെ നിർത്തുന്നത് ശരിയല്ലെന്നും കൂടുതൽ ആളുകൾ ഒന്നിച്ച ചർച്ചയിൽ പങ്കെടുക്കുന്നതും ശരിയല്ലെന്നും അറിയിച്ചു. ഇത് ഇരുകൂട്ടരും തമ്മിൽ വലിയ വാക്കേറ്റത്തിന് കാരണമായി. വിഷയം
വെള്ളിയാഴ്ച നടക്കാനിരുന്ന ഇന്റർവ്യൂ മാറ്റിവെച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിച്ചത്. വിഷയത്തിൽ UDF, BJP അംഗങ്ങൾ DPO അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകി. 3 വയസ്സുകാരന് അട്ടപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നൽകിയ കുപ്പിമരുന്നിൽ കുപ്പിച്ചില്ലെന്ന പരാതിയുമായി കുട്ടിയുടെ രക്ഷിതാക്കൾ രംഗത്ത്. മരുന്നു കഴിച്ച കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അട്ടപ്പാടി കൽക്കണ്ടിയിലെ ചക്കിയത്ത് വിപിനാണ് അട്ടപ്പാടിയിലെ ആശുപത്രിക്കും മരുന്ന് കമ്പനിക്കുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. പനിയും വയറിളക്കവും ഛർദിയുമായി ഈ മാസം 14 വരെ കുക്കമ്പാളയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടി. 14 ആശുപത്രി വിട്ട കുട്ടിക്ക് 17 വീണ്ടും അസുഖം കൂടുകയും കുക്കമ്പാളയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. 18 നൽകിയ കുപ്പിമരുന്നിൽ ഗുളിക ലയിപ്പിക്കുന്നതിനിടെ കയ്യിൽ എന്തോ തടഞ്ഞത് ശ്രദ്ധിച്ചപ്പോഴാണ് ചെറിയ കുപ്പിച്ചില്ല് കണ്ടെത്തിയത്. കുപ്പിയിൽ 4 ചില്ലുപൊട്ടുകൾ ഉണ്ടായിരുന്നു. ഇക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിച്ചപ്പോൾ മരുന്ന് തിരിച്ചു വാങ്ങുകയും ചെയ്തു. കുപ്പിമരുന്ന് കമ്പനിക്ക് തിരിച്ചയച്ചതായും ആശുപത്രി അധികൃതർ പറഞ്ഞു. ഇക്കാര്യം ഡിസ്ചാർജ് സമ്മറിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുപ്പിയിലെ 1/4 ഭാഗം മരുന്നും ഇതിനകം കുട്ടിയെ കഴിപ്പിച്ചിരുന്നു. വിപിൻ്റെ 3 മാസം പ്രായമായ കുട്ടിക്കും ഇതേ കമ്പനിയുടെ കുപ്പിമരുന്ന് ഇതേ ആശുപത്രിയിൽ നിന്ന് നൽകിയിരുന്നു. ഇത് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ചില്ലുപൊട്ടുകൾ കണ്ടെത്തി. തുടർന്നാണ് 3 വയസ്സുകാരനെ വിദഗ്ധ ചികിത്സയ്ക്കായി മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 3 മാസക്കാരന് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായില്ലെന്നും 4 തുള്ളി മാത്രമാണ് നൽകിയതെന്നും കുട്ടികളുടെ പിതാവായ വിപിൻ പറഞ്ഞു. 18-ാം തീയതി പനി കൂടുതലായിട്ടാണ് അഡ്മിറ്റ് ആക്കിയത്. 18-ാം തീയതി വൈകുന്നേരം മരുന്ന് കൊടുക്കുമ്പോൾ പനിക്ക് കൂടുതലുള്ള മരുന്ന് ഉണ്ട് 6 മില്ലി. ആ 6 മില്ലിയിൽ 4 പീസ് ഗ്ലാസ് പീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 19-ാം തീയതി അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന് ഇപ്പോൾ മണ്ണാർക്കാട് നഴ്സിംഗ് ഹോമിലാണ് വന്നത്. ഇവന് പനി കൂടുതലായിരുന്നു. ഇവിടെ വന്നപ്പോൾ വയറിളക്കവും ഉണ്ടായിരുന്നു. അവരവിടെ നിന്ന് പറഞ്ഞ വയറിളക്കവും ഛർദിയൊക്കെ മാറിയെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വയറിളക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിൽ 3 മാസം പ്രായമുള്ള കുട്ടിയുണ്ട്. അവർ അത് കമ്പനിക്ക് അയച്ചു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കത് തന്നില്ല, തിരിച്ചു തന്നില്ല. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്രൂഫ് അതായിരുന്നു. വീട്ടിൽ വന്ന് 3 മാസമുള്ള കുട്ടിയുടെ മരുന്ന് സെയിം കമ്പനിയുടെ 3 മാസം പ്രായമുള്ള കുട്ടിക്ക് കൊടുക്കുന്നതിൽ അതിൽ നിറയെ ഗ്ലാസ് പീസാണ് ഉള്ളത്, സെയിം കമ്പനിയുടെ. നിപയ്ക്കു പിന്നാലെ മലപ്പുറം ജില്ലയിൽ എംപോക്സ് രോഗവും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ യോഗത്തിൽ തീരുമാനിച്ചു. മലപ്പുറം ജില്ലയിൽ നിപ, എംപോക്സ് രോഗങ്ങൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് ജനപ്രതിനിധികളുടെ യോഗം ചേർന്നത്. മന്ത്രി വി. അബ്ദുറഹ്മാൻ, ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ നമദേവ് കോബർഗഡെ എന്നിവർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. MLA-മാരായ PV അൻവർ, AP അനിൽകുമാർ, P. അബ്ദുൽ ഹമീദ്, അഡ്വക്കേറ്റ് UA ലത്തീഫ്, ജില്ലാ കളക്ടർ VR വിനോദ്, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക, NHM DPM ഡോക്ടർ TN അനൂപ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീനിവാസൻ മമ്പാട്, K. രാമൻകുട്ടി തിരുവാലി, സീനത്ത് വണ്ടൂർ, T. അഭിലാഷ് എടവണ്ണ എന്നിവരും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മന്ത്രി നിർദ്ദേശം നൽകി. രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസുകൾക്ക് പോലും അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിൽ രക്ഷയില്ല. രോഗിയെ അത്യാസന്ന നിലയിൽ കൊണ്ടുപോയ ആംബുലൻസിലെ തൊഴിലാളി ആംബുലൻസിൽ നിന്നും ഇറങ്ങി റോഡിലെ ഗതാഗതക്കുരുക്ക് നീക്കേണ്ടി വന്ന ദയനീയ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കൂ. മണ്ണാർക്കാട് നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അത്യാസന്ന നിലയിലുള്ള കുട്ടിയെ കൊണ്ടുപോയ ആംബുലൻസിന് വഴിയൊരുക്കാൻ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ ആംബുലൻസിലെ ഡ്രൈവറുടെ സഹായി തന്നെ രംഗത്തിറങ്ങുകയായിരുന്നു. അത്യാസന്ന നിലയിലുള്ള രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസുകൾക്ക് പോലും അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിൽ രക്ഷയില്ല. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടിയെ മണ്ണാർക്കാട് നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ കുരുക്ക് ഇവരുടെ മുന്നോട്ടു പോക്കിന് തടസ്സമായി.
രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ആംബുലൻസ് ഡ്രൈവറുടെ കൂടെയുണ്ടായിരുന്ന മണ്ണാർക്കാട് സ്വദേശി ഷിയാസ് ആംബുലൻസിൽ നിന്നും ഇറങ്ങി മേൽപ്പാലത്തിലൂടെ ഓടി വഴിയൊരുക്കുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കേസിൽ കുറേ ചെറിയ വണ്ടികൾ അങ്ങോട്ടും മാറലാണ്. പക്ഷേ ഇന്ന് 2-3 ലോറികൾ വന്നിട്ട് ഫുൾ ബ്ലോക്ക്. എന്നിട്ട് നമുക്ക് ബൈസ്റ്റാൻഡർ നമ്മളിപ്പോൾ ഈ ഷിയാസ് മണ്ണാർക്കാട് ഓൻ ഇറങ്ങി അത് വണ്ടികളെ മാറ്റി ക്ലിയർ ചെയ്യേണ്ട സാഹചര്യമാണ് ഇന്നത്തെ ആംബുലൻസിന് പോകേണ്ട സാഹചര്യം. അതേപോലെ തന്നെ നമുക്ക് ഈ കോഴിക്കോട് വരുന്നത് വരെ ഭയങ്കര നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പോകാം. അതിന് അധികാരപ്പെട്ട അധികാരികൾ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണമെന്നുള്ളൊരു റിക്വസ്റ്റാണ് ഇപ്പോൾ പറയുന്നത്. നിത്യവും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെടുന്നത്. രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുന്ന ആംബുലൻസുകൾക്ക് പോലും അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ രക്ഷയില്ലാത്ത സ്ഥിതി തുടരുകയാണ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഭാഗമാണ് അങ്ങാടിപ്പുറം. ഇവിടെ ദിവസവും പല സമയങ്ങളിലായി യാത്രക്കാർക്ക് മണിക്കൂറുകൾ കുടുങ്ങിക്കിടക്കേണ്ട അവസ്ഥയാണുള്ളത്. വയനാട് ദുരിതാശ്വാസ ഫണ്ടുമായി ഉയർന്ന വിവാദങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾക്കെതിരെ ചെർപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു. വയനാട് വഞ്ചനാദിനം എന്ന മുദ്രാവാക്യവുമായാണ് ചെർപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. അടിയന്തര സഹായം നൽകാത്ത കേന്ദ്ര നിലപാടിലും സർക്കാരിന്റെ ഫണ്ട് കണക്കിലെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധ പ്രകടനം. ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷബീർ നീരാണി ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ജനത, ആ വയനാട്ടിലെ ജനതയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി, തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മളെല്ലാം മറന്ന് കൈകോർത്തവരാണ്. ഞങ്ങളെ KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരൻ അവറുകൾ അന്ന് തന്നെ പറഞ്ഞു, ഇതിലൊരു സുതാര്യത ഉണ്ടാവില്ല, കാട്ടുകള്ളനാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ ഒരു കാരണവശാലും ഇത് ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ പ്രസിഡന്റിനെ വളഞ്ഞിട്ട് ആക്രമിച്ച പലരുമുണ്ട്. ഇന്ന് അത് യാഥാർത്ഥ്യമായിക്കൊണ്ട് ആ വയനാട്ടിലെ ജനതയുടെ ഈ ഒരു അവസരം അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് കാട്ടുകൊള്ള നടത്തുന്ന ഇത്ര രൂപ 75,000 രൂപയോളം ഒരു ശവസംസ്കാരത്തിന് വേണമെന്നും മണ്ഡലം പ്രസിഡന്റ് പി അക്ബർ അലി അധ്യക്ഷത വഹിച്ചു. KV ശ്രീകുമാർ, P സുബീഷ്, M ഗോവിന്ദൻകുട്ടി, വിനോദ് കളത്തൊടി, VG ദീപേഷ്, KPM മുഹമ്മദ് അലി, A രാമകൃഷ്ണൻ, P രാമചന്ദ്രൻ, ശിഹാബ് മുളഞ്ഞൂർ, സന്തോഷ് വെള്ളാട്ട്, ശിവൻ ദൂത എന്നിവർ നേതൃത്വം നൽകി. മാധ്യമങ്ങൾ വ്യാജ വാർത്ത സൃഷ്ടിക്കുകയാണെന്നാരോപിച്ച് DYFI മലപ്പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി K ശ്യാം പ്രസാദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിക്കാൻ തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിൽ കാണിച്ച എസ്റ്റിമേറ്റ് തുക ചെലവഴിച്ച തുകയാണെന്ന നിലയിൽ സത്യവിരുദ്ധമായ പ്രചരണം മാധ്യമങ്ങൾ നടത്തുന്നുവെന്നാണ് DYFIയുടെ ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് DYFI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചു. വ്യാജ വാർത്ത കൊടുക്കുകയും വിമർശനമുയരുമ്പോൾ നേരത്തെ കൊടുത്തത് തെറ്റായ വാർത്തയായിരുന്നു എന്ന് യാതൊരു സങ്കോചവുമില്ലാതെ പറയുന്നതും മാധ്യമങ്ങൾ പതിവാക്കിയിരിക്കുകയാണെന്ന് DYFI നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രതിഷേധ പരിപാടി ജില്ലാ സെക്രട്ടറി K ശ്യാം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് P ഷബീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി C ഇല്യാസ്, K ശരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയാകുന്നു. അടിസ്ഥാന സൗകര്യമൊരുക്കാതെ സ്റ്റാൻഡ് ഫീ പിരിക്കുന്നതിന് മാത്രമായി ബസ് സ്റ്റാൻഡ് മാറുന്നതായി പരാതി. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. 1.5 പതിറ്റാണ്ടായി ഈ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. നിലവിൽ പാലക്കാട്ടേക്കുള്ള ബസ്സുകൾ മാത്രമാണ് സ്റ്റാൻഡിൽ കയറുന്നുള്ളൂ. MLA ആയിരുന്ന P ഉണ്ണിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 17 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ യാത്രക്കാർ അസൗകര്യങ്ങളുടെ നടുവിലാണ്. മറ്റ് സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടമായി ബസ് സ്റ്റാൻഡ് മാറിക്കഴിഞ്ഞു. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യവുമുണ്ട്. സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ ഇക്കാലം അത്രയായിട്ടും പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും
അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ സ്റ്റാൻഡ് ഫീ വാങ്ങുന്നത് ഖേദകരമാണെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനഴി പറഞ്ഞു. സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് ഉപയോഗയോഗ്യമാക്കണമെന്ന കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാംകുഴിയും ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണപുരം ബസ് സ്റ്റാൻഡ് 1.5 പതിറ്റാണ്ടിലധികം കാലമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ന് മറ്റ് അന്യവാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സാമൂഹ്യ വിരുദ്ധർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു പ്രദേശമായി, ഒഴിഞ്ഞ പ്രദേശമായി ഈ ബസ് സ്റ്റാൻഡ് മാറിയിരിക്കുകയാണ്. ഇതിന് അടുത്ത കാലത്ത് കഴിഞ്ഞ MLAയുടെ കാലഘട്ടത്തിലെ 17 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഒരു ശൗചാലയം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നെല്ലാം പേര് കൊടുത്ത് വലിയ പ്രചാരം കൊടുത്ത് MLA ഉദ്ഘാടനം ചെയ്തു. പിന്നീട് അത് ഇന്നേ വരെ തുറക്കാനോ ഉപയോഗപ്പെടുത്താനോ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചു കാലമായി നിർത്തിവെച്ചിരുന്ന സ്റ്റാൻഡ് ഫീ വീണ്ടും വാങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഒരു ബസ്സുകാരിൽ നിന്നും 20 രൂപ വെച്ച് സ്റ്റാൻഡ് ഫീ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കി കൊടുക്കാതെയും യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെയും ബസ് സ്റ്റാൻഡ് ഉപയോഗപ്രദമാക്കുന്ന രീതിയിലുള്ള യാതൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയോ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യാതെ ഈ സ്റ്റാൻഡ് ഫീ വാങ്ങിക്കുന്നത് തീർത്തും അന്യായമാണ്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് ബസ് സ്റ്റാൻഡ് ഫലപ്രദമായി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഈ 1.5 വ്യാഴവട്ടക്കാലമായിട്ടുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നത് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഫീസ് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എങ്കിൽ ഇവിടെ കാടുപടങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് ഈ ടോയ്ലറ്റ് വരെ വളരെ വൃത്തിശൂന്യമായി കിടക്കുന്ന ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ സൈദാലിയെ അനുസ്മരിച്ചു. SFIയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനവും വിദ്യാർത്ഥി റാലിയും സംഘടിപ്പിച്ചത്. അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SFI പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ സൈദാലി അനുസ്മരണം സംഘടിപ്പിച്ചത്. സൈദാലിയുടെ 50ാം രക്തസാക്ഷിത്വ ദിനാചരണം കൂടിയായിരുന്നു ഇത്തവണത്തേത്. വിദ്യാർത്ഥി റാലിയോടെയാണ് അനുസ്മരണ പരിപാടികൾ തുടങ്ങിയത്. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നവർ ഉണ്ടാക്കിയെടുക്കുന്ന സാംസ്കാരികമായിട്ടുള്ള അവരുടെ മേൽക്കോയ്മയെ അവർ ഇവിടെ കൃത്യമായിട്ട് സ്ഥാപിക്കുമ്പോൾ അതിനെ കൂടെ പോകുന്നവരായി ഈ നാളിതുവരെ ജനാധിപത്യവാദികളെന്ന് മതനിരപേക്ഷവാദികളെന്ന് പറഞ്ഞ ആളുകൾ കൂടി ആ തലത്തിലേക്ക് പോകുന്ന അപകടകരമായ അവസ്ഥയാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോ പലസ്തീനെ വിട്ട് ഗാസയെ വിട്ട് ലെബനിലേക്ക് പോയിരിക്കുക. ആ ലെബനിൽ ഇപ്പൊ പൊട്ടിത്തെറിക്കുന്നത് എന്താ? ബോംബല്ല പൊട്ടിത്തെറി. ഏരിയ പ്രസിഡന്റ് O ജിജേഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി VT സുജിത്ത്, ജില്ലാ സെക്രട്ടറി S വിപിൻ, പ്രസിഡന്റ് VV അഭിഷേക്, T ഗോപാലകൃഷ്ണൻ, K ജീവൻ, സൈദാലിയുടെ സഹോദരൻ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെയാണ് SFI പ്രവർത്തകനായിരുന്ന സൈദാലി കുത്തേറ്റ് മരിച്ചത്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ചെർപ്പശ്ശേരി നഗരസഭാതല നിർവഹണ സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. ചെയർമാൻ P രാമചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരള നിർമ്മിതിക്കായി ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ലക്ഷ്യത്തോടെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ 2025 മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ഡേ വരെയുള്ള ദിവസങ്ങളിലായി നടത്തുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള നഗരസഭാ നിർവഹണ സമിതി രൂപീകരണ യോഗമാണ് നടന്നത്. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നഗരത്തിൽ എവിടെയും മാലിന്യങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ചുമതല ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഓരോ വീട്ടിലും ഉള്ള മാലിന്യങ്ങൾ നമ്മൾ തരംതിരിച്ച് ശേഖരിച്ച് സംസ്കരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ
നടത്തി വരുന്നുണ്ട്. അത് ഊർജിതപ്പെടുത്തിക്കൊണ്ട് നമുക്ക് 100% കലക്ഷൻ, എല്ലാ വീട്ടിലും വേസ്റ്റ് കലക്ഷൻ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഈ 2-ാം തീയതി നമുക്ക് തുടങ്ങണം. പൂർത്തീകരിച്ച് മതിയാവും. അത് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ എല്ലാ നിയമനിർമ്മാണങ്ങളും ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. അത് മുഴുവൻ പ്രയോഗിച്ചുകൊണ്ടും അത് പൂർത്തീകരിക്കണം എന്നതിനാണ് സർക്കാർ തീരുമാനം. വൈസ് ചെയർപേഴ്സൺ സി കമലം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സഫ്ന പാറയ്ക്കൽ, KT പ്രമീല, സാദിഖ് ഹുസൈൻ, കെ മിനി, കൗൺസിലർ KM ഇസാക്ക്, കില ഫാക്കൽറ്റി ഗോപാലകൃഷ്ണൻ, ക്ലീൻ സിറ്റി മാനേജർ മനോജ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, ആശാവർക്കർമാർ, CDS മെമ്പർമാർ, അംഗൻവാടി വർക്കർമാർ, അധ്യാപകർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വ്യാപാരി വ്യവസായികൾ എന്നിവർ പങ്കെടുത്തു. നഗരസഭാ തലത്തിലും വാർഡ് തലത്തിലും സമിതികൾ രൂപീകരിച്ചുകൊണ്ട് ക്യാമ്പയിൻ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ തീരുമാനിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തും K പ്രേംകുമാർ MLAയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണനിലാവ് മെഗാ മ്യൂസിക്കൽ ഇവന്റ് 21 വൈകുന്നേരം 6 ബാപ്പുജി പാർക്കിൽ വെച്ച് നടക്കും. ഈ ഓണം വയനാടിനൊപ്പം എന്ന കരുതലിന്റെ സന്ദേശം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരത്തെയും പരിസര പ്രദേശങ്ങളിലെയും കലാകാരന്മാർ ചേർന്നാണ് ഓണനിലാവ് മെഗാ മ്യൂസിക്കൽ ഇവന്റ് ഒരുക്കുന്നത്. ഇവന്റിൽ സംഗമിക്കുന്ന സുമനസ്സുകൾ നൽകുന്ന എളിയ സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനം. മ്യൂസിക്കൽ ഫ്യൂഷനും മനോഹര ഗാനങ്ങളും നാടൻ പാട്ടുകളുമൊക്കെയായാണ് നിലാവ് മെഗാ മ്യൂസിക്കൽ ഇവന്റ് ഒരുക്കിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ് എന്ന നിലയിൽ സെപ്റ്റംബർ 21 ശ്രീകൃഷ്ണപുരത്തെ ബാപ്പുജി പാർക്കിൽ വെച്ച് ഓണനിലാവ് എന്ന പേരിൽ മെഗാ മ്യൂസിക്കൽ ഈവന്റ് നടത്തപ്പെടുന്നു. ശ്രീകൃഷ്ണപുരത്തെയും തൊട്ടടുത്ത പ്രദേശത്തുമുള്ള കലാകാരന്മാരെ, പ്രത്യേകിച്ചും പരിയാനംപറ്റ ബാബുരാജൻ മാഷ് ഉൾപ്പെടെ മീര രാമോഹൻ, തീർത്ഥ സുഭാഷ് തുടങ്ങി കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ നടത്തുന്ന മെഗാ മ്യൂസിക്കൽ ഈവന്റ് അതിൽ പങ്കുചേർന്നുകൊണ്ട് അതിൽ സഹകരിക്കുന്ന, അതിൽ പങ്കെടുക്കുന്ന സുമനസ്സുകളുടെ സഹായം അത് വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറ്റം ചെയ്യുകയും കൂടെ ചെയ്യുന്നു. തച്ചനാട്ടുകര അണ്ണാൻതൊടിയിലെ മൈതാനം മിനി സ്റ്റേഡിയമാക്കി വികസിപ്പിക്കുന്നതിന് കായിക യുവജനകാര്യ വകുപ്പ് 1 കോടി രൂപ അനുവദിച്ചു. പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ 1 കോടി രൂപയാണ് സ്റ്റേഡിയം നിർമ്മാണത്തിനായി അനുവദിച്ചത്. സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഗാലറി, മൈതാന നവീകരണം, മഡ് ഫുട്ബോൾ കോർട്ട്, ഫെൻസിംഗ്, ഫ്ലഡ് ലൈറ്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണമാണ് നടക്കുക. പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ 1 കോടി രൂപ അനുവദിക്കുകയും ആയതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെൻഡർ നടപടിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ഗാലറിയും അതുപോലെ തന്നെ അവിടെ ടൈല് പതിച്ച് ഗ്രൗണ്ടിനെ മനോഹരമാക്കുന്ന പ്രവൃത്തികളുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പദ്ധതി അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ നടപ്പിലാകുമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 2-3 പഞ്ചായത്തുകളിലാണ് സ്വന്തമായി കളിസ്ഥലങ്ങളുള്ളത്. അതിൽ തന്നെ ദേശീയപാതയിൽ ഇത്ര സൗകര്യത്തോടു കൂടിയുള്ള ഒരേ ഒരു ഗ്രൗണ്ടാണ് അണ്ണാൻതൊടിയിലെ ഈ പഞ്ചായത്ത് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നിലവിൽ കായികമേളകൾ നടക്കാറുണ്ടെങ്കിലും ഇതിനായി താൽക്കാലിക ഗാലറി കെട്ടിയുണ്ടാക്കുകയാണ് പതിവ്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നാട്ടുകാരുടെയും കാലങ്ങളായുള്ള ആവശ്യമാണിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ദേശീയപാതയോട് ചേർന്നുള്ള മൈതാനമാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഗ്രാമപഞ്ചായത്ത് വിഹിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ പാലക്കാട് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന യൂത്ത് കോൺക്ലേവ് ഞായറാഴ്ച മണ്ണാർക്കാട് അൽഫായിദ കൺവെൻഷൻ സെന്ററിൽ നടത്തും. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന കോൺക്ലേവ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുവാക്കളുടെ കർമ്മശേഷി രാഷ്ട്രനന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുക, സമൂഹത്തിൽ ലിബറലിസം വരുത്തുന്ന അരാജകത്വത്തെ തുറന്നു കാണിക്കുക, ലിബറലിസത്തിൻ്റെ പേര് പറഞ്ഞ് സാമൂഹിക മാനുഷിക മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ലിബറലിസത്തിൻ്റെ മറവിൽ സ്വന്തം ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ കൂടി ഇഷ്ടങ്ങളായി അവതരിപ്പിച്ച് മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഉപയോഗം യുവജനങ്ങളിലടക്കം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണതകളെ തുറന്നുകാട്ടുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ്
യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് സലഫി അധ്യക്ഷത വഹിക്കും. ജില്ലയിലെ എടത്തനാട്ടുകര, അലനല്ലൂർ, മണ്ണാർക്കാട്, തച്ചമ്പാറ, ഉലവക്കോട്, പാലക്കാട്, ആലത്തൂർ, ഒറ്റപ്പാലം, പട്ടാമ്പി എന്നീ മണ്ഡലങ്ങളിൽ നിന്നായി 1000-ഓളം പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ നവോത്ഥാന സ്ഥാനമായ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യൂത്ത് ഘടകമായ ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന യൂത്ത് കോൺക്ലേവ് ഞായറാഴ്ച രാവിലെ മുതൽ മണ്ണാർക്കാട് വെച്ച് നടക്കുകയാണ്. യുവാക്കളുടെ കർമ്മശേഷി രാഷ്ട്ര നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുക, സമൂഹത്തിൽ ലിബറലിസം വരുത്തുന്ന അരാജകത്വത്തെ തുറന്നു കാണിക്കുക, ലിബറലിസത്തിൻ്റെ പേര് പറഞ്ഞ് സാമൂഹിക മാനുഷിക മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും അതിൻ്റെ മറവിൽ സ്വന്തം ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ കൂടി ഇഷ്ടങ്ങളായി അവതരിപ്പിച്ച് മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഉപയോഗം യുവജനങ്ങളിൽ അടക്കം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണതകളെ തുറന്നു കാട്ടുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. വിസ്ഡം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അർഷദ് സുലാഹി, വിസ്ഡം യൂത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണീൻ വാപ്പു, വിസ്ഡം മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് നാസർ പോപ്പുലർ, വിസ്ഡം യൂത്ത് മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി നൌഫൽ റഹ്മാൻ മണലടി, മീഡിയ കൺവീനർ സലീം പള്ളിക്കുന്ന് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പുകൾ തുടങ്ങി. ആദ്യ ക്യാമ്പ് പാതാക്കര കോവിലകംപടി മദ്രസയിൽ നടന്നു. അൽസലാമ ഐ ഹോസ്പിറ്റലിന്റെ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. നജീബ് കാന്തപുരം MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ചാണ് സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നഗരസഭയിലെ 34 വാർഡിലെയും ജനങ്ങൾക്ക് പങ്കെടുക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിൽ 5 കേന്ദ്രങ്ങളിലായാണ് വൃക്കരോഗ നിർണയ ക്യാമ്പ് നടക്കുന്നത്. ആദ്യ ക്യാമ്പ് പാതാക്കര കോവിലകംപടി മദ്രസയിൽ സംഘടിപ്പിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നേത്രരോഗ നിർണയ ക്യാമ്പും പാതാക്കരയിൽ നടന്നു. നജീബ് കാന്തപുരം MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യം തിരിച്ചറിയുന്നില്ല, ഡയഗ്നോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ആളുകളാണെങ്കിൽ ഇത്തരം പരിശോധനകളെ തന്നെ ഭയപ്പാടോടുകൂടി കാണുകയാണ്. പരിശോധിച്ചിട്ട് വല്ല കുഴപ്പം വരുമോ എന്നുള്ള വിചാരം. പക്ഷേ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പരിശോധിച്ചാൽ ഒരു കുഴപ്പവും വരില്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. നമ്മൾ മുൻകരുതലാണ് ചികിത്സയേക്കാൾ പ്രധാനം. ഇതൊരു മുൻകരുതലിനുള്ള ശ്രദ്ധയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയുന്നതാണ്. പക്ഷെ പിടിവിട്ട് പോകുമ്പോഴാണ് ആളുകൾ പിന്നെ കിഡ്നി മാറ്റേണ്ടി വരുന്നത്, കിഡ്നി രണ്ടും തകരാറായി പോകുന്നത്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ഡയറക്ടർമാരായ രായൻകുട്ടി നീരാട്, മൂസ ഫൗലത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ കിഡ്നി രോഗ ബോധവൽക്കരണ ക്ലാസ് നടന്നു. ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ഡയറക്ടർമാരായ മമ്മിച്ചേരിയിൽ C അബ്ദുൽ നാസർ, ഹനീഫ പടിപ്പുര, സമീർ വടക്കേതിൽ, മൊയ്തു കിഴക്കേതിൽ, V അജിത് കുമാർ, സുരാദേവി ER, റജീന അൻസാർ, T സുൽഫത്ത് ബീഗം, മുനിസിപ്പൽ കൗൺസിലർ നിഷ സുബൈർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ C ഇർഷാദ്, പച്ചേരി സുബൈർ, അൽസലാമ ഐ ഹോസ്പിറ്റൽ മാനേജർ P അബ്ദുൽ കരീം, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ എന്നിവർ സംസാരിച്ചു. വൃക്കരോഗ നിർണയ ക്യാമ്പിൽ യുവാക്കൾ, മുതിർന്നവർ, സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വൃക്കരോഗ നിർണയ പരിശോധന നടത്തിയവരുടെ ഫലം ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിലെ വിദഗ്ധർ അപ്പോൾ തന്നെ ലഭ്യമാക്കി. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ 60ാം വാർഷികത്തിൽ വിവിധങ്ങളായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി പദ്ധതികളെല്ലാം നടപ്പാക്കി വരികയാണ്. മുനിസിപ്പാലിറ്റിയിലെ വൃക്കരോഗികൾക്ക് മാസം തോറും 2000 രൂപ നൽകി വരുന്നു. ചികിത്സയ്ക്ക് 25,000 രൂപ വീതവും നൽകി. വൃക്കരോഗികൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ 5 കേന്ദ്രങ്ങളിലായി വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് പറഞ്ഞു. അതിൽ അതിപ്രധാനമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ പരിപൂർണ സഹകരണത്തോടുകൂടി നമ്മുടെ നഗരസഭയിലെ 34 വാർഡുകളിലെയും ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ 5 കേന്ദ്രങ്ങളിലായിട്ട് ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലത്തെ ഇന്ന് അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. പെരുന്തൽമണ്ണ പാതായിക്കര കോവിലംപടി മദ്രസയിൽ വെച്ച് നടക്കുന്ന ഈ ക്യാമ്പ്
ഇന്ന് രാവിലെ 9:30 മണിക്ക് ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഇത് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ജനങ്ങളിൽ കിഡ്നി രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതറിയാനുള്ള ഒരു അവസരം കൂടിയാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ആളുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ സർവീസ് ബാങ്ക് ഒരുക്കിയിട്ടുള്ളത്. ഇതുപോലുള്ള ഒട്ടനവധി നല്ല പദ്ധതികൾ പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാങ്ക് ഭരണസമിതി വന്നതിന് ശേഷം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ബാങ്കിലെ A ക്ലാസ് മെമ്പർമാരായ കിഡ്നി രോഗികൾക്ക് സംസ്ഥാനത്ത് തന്നെ ആദ്യം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാവും പെൻഷൻ പദ്ധതി. മാസത്തിൽ 2000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന കേരളത്തിലെ ഏക ബാങ്കായിരിക്കും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. ചികിത്സക്ക് അതിൻ്റെ പുറത്ത് ചികിത്സക്ക് ഞങ്ങൾ 25,000 രൂപ വെച്ച് ക്യാൻസർ, കിഡ്നി, ഹാർട്ട് സംബന്ധമായ രോഗികൾക്ക് ചികിത്സക്ക് 25,000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ട് 500 രൂപ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, 500ഓളം ആളുകൾക്ക്. അങ്ങനെ വിവിധങ്ങളായ ഒട്ടനവധി പദ്ധതികൾ ഒരു സഹകരണ ബാങ്കിന്റെ കീഴിൽ നടക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാവുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സൗജന്യ ഡയാലിസിസ് സെന്റർ കൂടി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ബാങ്ക്. ഇനി ഇതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഈ ബാങ്കിൻ്റെ കീഴിൽ ഒരു സൗജന്യ കിഡ്നി ഡയാലിസിസ് സെൻറ്റർ തുടങ്ങാനുള്ള പ്രൊജക്റ്റ് തയ്യാറാക്കി അത് മുന്നോട്ട് പോവുകയാണ്. ഈ ഭരണസമിതി കാലയളവിൽ തന്നെ അത് പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന പൂർണ്ണ വിശ്വാസമാണ്. ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ നല്ല ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഏകദേശം ഈ മുനിസിപ്പാലിറ്റിയിലെ A ക്ലാസ് മെമ്പർമാരായ മുഴുവൻ രോഗികൾ, കിഡ്നി രോഗികൾക്കും അവർക്ക് ചികിത്സിക്കാനും ഒരു സൗജന്യ ഡയാലിസിസ് സംവിധാനം ഒരുക്കാനുമുള്ള ഒരു പദ്ധതിയാണ് ബാങ്ക് ഒരുക്കിയിട്ടുള്ളത്. ബഹുമുഖ പദ്ധതികളുമായി മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ആരംഭിച്ച നാട്ടുചന്ത രാജ്യത്തെ സഹകരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്ന് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു M. കുറുപ്പ് പറഞ്ഞു. നബാർഡിന്റെ സഹകരണത്തോടെ ആരംഭിച്ച നാട്ടുചന്ത സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. വായ്പകൾക്ക് പുറമെ നാടിന് ഗുണകരമായ വിധത്തിൽ ബഹുമുഖ പദ്ധതികളോടെയാണ് ബാങ്ക് നാട്ടുചന്ത ആരംഭിച്ചത്. നബാർഡ് സഹായത്തോടെ ആരംഭിച്ച 150 പദ്ധതികളിൽ ഏറ്റവും മികച്ച പദ്ധതി റൂറൽ ബാങ്കിൻ്റേതാണ്. രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ നല്ല രീതിയിൽ ദീർഘവീക്ഷണത്തോടെ നടപ്പാക്കിയ ആദ്യ പദ്ധതിയാണ് റൂറൽ ബാങ്കിൻ്റേതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുപോലുള്ള സംരംഭങ്ങൾ സഹകരണ മേഖലയിൽ ഭാരതത്തിൽ മൊത്തം നോക്കിയാൽ തന്നെ വളരെ കുറവായിരിക്കും. മാതൃകാപരമായിട്ട് ഒരു അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് ബാങ്ക് പല ബഹുമുഖ ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്ന് അറിയുന്നതിലും അതിനു വേണ്ടിയിട്ടുള്ള നല്ല ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്നുവെന്നും അറിയുന്നതും വളരെ 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 അപ്രീഷ്യബിളാണ്. കാരണം ഇന്ന് ഭാരതത്തിലെ തന്നെ ഈ സഹകരണ ക്രെഡിറ്റ് മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സഹകരണ മേഖലയാണ് കേരളം. കേരളത്തിൽ തന്നെ ഇതുപോലെ ഒരു മൾട്ടി രീതിയിൽ ചെയ്യുന്ന ഒരു സഹകരണ സ്ഥാപനം തന്നെയും ഇതൊരു മേ ബി ആദ്യത്തെ ഒന്നാമത്തെ പൊസിഷനുള്ളതായിരിക്കാം. അത്രയും ദീർഘവീക്ഷണത്തോടു കൂടി ഈ പ്രദേശവാസികൾക്കും അവരുടെ അംഗങ്ങൾക്കും ഇത് സഹകരണ മേഖലയിൽ കൂടെ ലഭിക്കാവുന്ന ധാരാളം ആക്ടിവിറ്റീസിൻ്റെ ഫലങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ അറിഞ്ഞതിലാണ് ഏറ്റവും നല്ല കാര്യം. നബാർഡ് തൃശൂർ ജില്ലാ വികസന മാനേജർ ഫെബിൻ ആന്റണി, പാലക്കാട് ജില്ലാ വികസന മാനേജർ കവിത റാം, റൂറൽ ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ, നാട്ടുചന്ത പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയ മുൻ സെക്രട്ടറി M. പുരുഷോത്തമൻ, റൂറൽ ബാങ്ക് സെക്രട്ടറി S. അജയ്കുമാർ, ഡയറക്ടർമാരായ ശിവശങ്കരൻ, രാധാകൃഷ്ണൻ എന്നിവരും ചീഫ് ജനറൽ മാനേജർക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. അമ്പലപ്പാറ മണ്ഡലത്തിലെ വാർഡ് കോൺഗ്രസ് സമ്മേളനങ്ങൾ ആരംഭിച്ചു. 14-ാം വാർഡിലെ യോഗം ചാർജ് സെക്രട്ടറി മൂസ പേങ്ങാട്ടിരി ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ മണ്ഡലത്തിലെ വാർഡ് കോൺഗ്രസ് സമ്മേളനങ്ങളാണ് ആരംഭിച്ചത്. 14-ാം വാർഡ് കസ്തൂർബയിലെ യോഗം ചാർജ് സെക്രട്ടറി മൂസ പേങ്ങാട്ടിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ K. കബീർ, KC അബ്ദുറഹ്മാൻ, MP മുജീബ് റഹ്മാൻ, KA ബഷീർ, K. കുഞ്ഞിമുഹമ്മദ്, M. ഹരീഷ്, നുഫൈൽ പുള്ളിക്കൽ, PK സൈദലവി, റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായിരുന്ന MR മാധവൻ അനുസ്മരണ യോഗവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോപ്പറേറ്റീവ് സർവീസ് ബാങ്ക് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന MR മാധവൻ അനുസ്മരണവും
SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങുമാണ് സംഘടിപ്പിച്ചത്. കടമ്പൂർ BVALP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ്, വാർഡ് മെമ്പർ A. വിജിത, MRന്റെ മകൻ മേലേതിൽ ശ്രീനിവാസൻ എന്നിവർ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി. വാർഡ് മെമ്പർ A. വിജിത അധ്യക്ഷയായി. അംഗനവാടി ടീച്ചർ വിജയലക്ഷ്മി, P. മോഹനകുമാരി, T. മോഹനകുമാരൻ, മേലേതിൽ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. അഖില ഭാരതീയ നാരായണീയ മഹോത്സവം സെപ്റ്റംബർ 22 മുതൽ 29 വരെ കൊല്ലങ്കോട് ഗായത്രി മണ്ഡപത്തിൽ വെച്ച് നടക്കുന്നതിൻ്റെ ഭാഗമായി വിളംബര യാത്ര നടത്തി. പട്ടാമ്പി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിളംബര യാത്രയ്ക്ക് സ്വീകരണം നൽകി. മുക്കാരത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രം മേൽശാന്തി ഭദ്രദീപം തെളിയിച്ച് നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന സമിതി അംഗം VP രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചാണ് വിളംബര യാത്ര ആരംഭിച്ചത്. ഒറ്റപ്പാലം മേഖലാ അധ്യക്ഷൻ ഗോപിനാഥ് ആമിയൂർ, കണയം വേണുഗോപാൽ, രാജീവ് ചോറോട്ടൂർ, രാജൻ മേനോൻ, സുമംഗല പട്ടാമ്പി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി മേഖലയിൽ മുക്കാരത്തിക്കാവ്, മുതുതല മഹാഗണപതി ക്ഷേത്രം, പുലാശ്ശേരി അയ്യപ്പൻകാവ്, ആമയൂർ കൂർമാവതാരം, വള്ളൂർ വിഷ്ണു ക്ഷേത്രം, കീഴായൂർ വെള്ളിലപ്പെട്ടി മഹാവിഷ്ണു ക്ഷേത്രം, ഓങ്ങല്ലൂർ ഗണപതിയൻകാവ് എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ നൽകി. കോട്ടപ്പാടം അരിയൂർ പടുവിൽക്കുളമ്പ് ഖുവത്തുൽ ഇസ്ലാം മദ്രസ സംഘടിപ്പിച്ച നബിദിന ഘോഷയാത്രയും കലാവിരുന്നും ശ്രദ്ധേയമായി. മദ്രസ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ദഫ്മുട്ടിൻ്റെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടന്നത്. മദ്രസ പ്രസിഡന്റ് പടുവിൽ മാനു പതാക ഉയർത്തിയാണ് നബിദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ. മദ്രസ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ദഫ്മുട്ടിൻ്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ സംസ്ഥാന പാതയിലൂടെ നടന്ന ഘോഷയാത്ര വർണ്ണാഭമായി. തുടർന്ന് മദ്രസയിൽ മൗലീദ് പാരായണവും വൈകുന്നേരം വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങളും അരങ്ങേറി. ഇസ്ലാം മദ്രസ അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളുമാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അനങ്ങനടി പഞ്ചായത്തിൽ അംഗനവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തെ ചൊല്ലി വിവാദം. സെലക്ഷൻ കമ്മിറ്റിയിൽ അനധികൃതമായി ആളുകളെ ഉൾപ്പെടുത്തിയെന്നാരോപിച്ച് ഇന്റർവ്യൂ ദിനത്തിൽ പ്രതിഷേധം. UDF BJP അംഗങ്ങളാണ് പ്രതിഷേധവുമായി എത്തിയത്. CPM അംഗങ്ങളുമായി വാക്കേറ്റം. ഇന്റർവ്യൂ മാറ്റിവെച്ചു. 3 വയസ്സുകാരന് അട്ടപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നൽകിയ കുപ്പിമരുന്നിൽ കുപ്പിച്ചില്ലെന്ന പരാതിയുമായി രക്ഷിതാക്കൾ. മരുന്ന് കഴിച്ച കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി മണ്ണാർക്കാട്ടെ ആശുപത്രിയിലേക്ക് മാറ്റി. നോക്കുകുത്തിയായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്. 1.5 പതിറ്റാണ്ടായിട്ടും ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാനായില്ല. സ്റ്റാൻഡ് ഫീ പിരിക്കുന്നതിൽ മാത്രമായി ബസ് സ്റ്റാൻഡ് ഒതുങ്ങിപ്പോയെന്ന് കോൺഗ്രസ്. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ ആംബുലൻസുകൾക്കും രക്ഷയില്ല. രോഗികളുമായി വരുന്ന ആംബുലൻസുകൾ അങ്ങാടിപ്പുറത്ത് കുരുങ്ങുന്നത് നിത്യസംഭവം. ബദൽ പദ്ധതികളും കടലാസിലൊതുങ്ങുന്നു. യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ച സംഭവം. മലപ്പുറം ജില്ലയിൽ ജാഗ്രത തുടരുന്നു. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.